യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു വചനം ധാരാളം പ്രിയപ്പെട്ടവരിലേക്ക് ഒരനുഗ്രഹമായി എത്തുന്നുണ്ട് എന്നറിയാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ പ്രത്യേകം ഓർക്കുന്നു. നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ഒന്നൊരുങ്ങാം. ഇന്ന് ദൈവവചനം കേൾക്കാൻ ഒരുങ്ങുന്ന ഈ സമയം എല്ലാ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഓർക്കുകയാണ്. 2-3 പ്രാവശ്യം ഈ പ്രാർത്ഥനകൾ ഇങ്ങനെ വച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഒത്തിരി സഭകളിൽ നിന്നും, സിസ്റ്റേഴ്സിൽ നിന്നും, അധികാരികളിൽ നിന്നും ഫോൺ കോളുകൾ വന്നു. ആ സന്തോഷം അറിയിച്ചു. അവർ ഒരു സമൂഹമായി ഒരുമിച്ച് കൂടിയാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. അത് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങളെ അറിയിച്ചു. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഇപ്പോൾ ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ സിസ്റ്റേഴ്സിനെയും ഓർക്കുവാണ്. നമുക്ക് നമ്മുടെ കണ്ണുകൾ നടച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഒരുങ്ങുമ്പോൾ സങ്കീർത്തനം 65-ാം അധ്യായം 4-ാമത്തെ വാക്യം പ്രാർത്ഥനയിലൊന്ന് കേൾക്കുക. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങു തന്നെ തെരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവർ ഭാഗ്യവാന്മാർ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. അങ്ങയുടെ ആലയത്തിൽ വസിക്കാൻ അങ്ങു തന്നെ തെരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. അങ്ങയുടെ അങ്കണത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ ആലയത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. ഈ വചനം നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രാർത്ഥനയായിരിക്കട്ടെ. ദൈവം തന്നെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നവരാണ് നമ്മൾ. പ്രാർത്ഥിക്കുന്ന, വചനം കേൾക്കുന്ന നമ്മളിലൂടെയാണ് മറ്റൊരാൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്, മറ്റൊരാൾ ദൈവത്തെ അറിയുന്നത്, മറ്റൊരാൾ ദൈവത്തെ സ്നേഹിക്കുന്നത്. കർത്താവായ യേശുവേ, ഇപ്പോൾ ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ബഹുമാന്യരായ സിസ്റ്റേഴ്സിനെയും ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരനുഭവിക്കുന്ന, അവർക്ക് മാത്രം അറിയാവുന്ന ചില വിഷയങ്ങളും വിഷമങ്ങളൊക്കെ കാണും. വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബവുമായി ബന്ധപ്പെട്ട്, സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട്, ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പല വ്യക്തിപരമായ ചില വേദനകൾ, വിഷമങ്ങൾ കാണാം. മറ്റൊരാളോട് പറയാൻ പറ്റാത്ത സങ്കടങ്ങളുണ്ടാകും. നമുക്കതെല്ലാം ഇന്ന് ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ദൈവത്തിൻ്റെ ശക്തമായൊരു ഇടപെടൽ പ്രിയപ്പെട്ടവരിൽ സംഭവിക്കണമേ. ഈ പ്രാർത്ഥനയെ ഒരനുഗ്രഹമാക്കണമേ. ഇതിൽ പങ്കെടുക്കുന്നവരെ ആത്മാവിൽ നിറയ്ക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യണമേ. പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു ദൈവവചനം ആദ്യമേ ശ്രദ്ധിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. നിങ്ങളുടെ കരങ്ങളിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ആ വചനഭാഗം ഒന്ന് ശ്രദ്ധയോടെ നോക്കി, സാധ്യമെങ്കിൽ സാഹചര്യം പോലെ നമുക്കിത് വായിക്കാം അല്ലെങ്കിൽ കേൾക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം
14 22 മുതലുള്ള വാക്യങ്ങൾ. ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. ഒരു വലിയ ശുശ്രൂഷ കഴിഞ്ഞ് ക്ഷീണമാണ്, ബുദ്ധിമുട്ടാണ്, ആരോഗ്യത്തിൽ പ്രശ്നമുണ്ട്, എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ പോയി എന്നല്ല. ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും, അപ്പം വലിയൊരു ശുശ്രൂഷ ചെയ്ത് ആ ക്ഷീണമോ മടുപ്പോ ഒന്നും നോക്കാതെ വീണ്ടും പോയത് ഒരു മലയിൽ കയറി ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലമുകളിൽ കയറി. രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു സമയം നമ്മുടെ എല്ലാ ജീവിതത്തിലും അല്പസമയമെങ്കിലും ഉണ്ടാകട്ടെ. എത്ര തിരക്കായാലും, എത്ര മടുപ്പുണ്ടെങ്കിലും, വിഷമമുണ്ടെങ്കിലും, അല്പനേരം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം മടിയിൽ തുറന്നു വച്ച് കുറച്ചു നേരമെങ്കിലും ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന നല്ല സമയങ്ങൾ ഉണ്ടാകട്ടെ. അത് നമ്മളെ തന്നെ ശക്തരാക്കുന്ന, പുറത്തുനിന്ന് വരുന്ന ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള അത്യത്ഭുത ശക്തി കിട്ടുന്ന ഒരു നിർണായക നിമിഷമാണത്. അതൊരു നല്ല സമയമാണ്. പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും 24 വാക്യം. അതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. ഇനി പ്രതിസന്ധികൾ ആരംഭിക്കുവാണ്. കാറ്റ് പ്രതികൂലമായിരുന്നു. തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ 4 യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. സമയം രാത്രിയുടെ 4 യാമത്തിൽ. കാറ്റ് പ്രതികൂലമായിരുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുന്ന കാറ്റ് ഇന്നും പ്രതികൂലമായിരിക്കാം. ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുന്ന കാറ്റ് ഏതാണ്? പ്രശ്നങ്ങളാകാം, പ്രതിസന്ധികളാകാം, നമ്മളെ മനസ്സിലാക്കാത്തൊരു സാഹചര്യമാകാം. നമുക്ക് വേണ്ട ഒരു പരിഗണന കിട്ടിയില്ലല്ലോ, നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എന്നെ ഒന്ന് അംഗീകരിച്ചില്ലല്ലോ, എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, എന്നെ ഒറ്റപ്പെടുത്തുവാണല്ലോ, എൻ്റെ വീടിൻ്റെ സാഹചര്യം ഇങ്ങനെയാണല്ലോ. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിക്കുന്ന കാറ്റാണ്. എനിക്കെന്തുകൊണ്ടാണ് ഇങ്ങനെ? എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ, എനിക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എന്തു ചെയ്താലും പരാജയമാണല്ലോ, ഞാൻ എവിടെ ചെന്നാലും എനിക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ, എന്താ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള കാറ്റായിരിക്കും ചിലപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ആഞ്ഞടിക്കുന്നത്. വള്ളം ആടി ഉലയുന്നത് പോലെ ജീവിതവും പല കാരണങ്ങളാൽ ആടി ഉലയുന്നുണ്ടാകാം. പക്ഷെ അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. എന്ത് പ്രശ്നമാകട്ടെ, എന്ത് പ്രതിസന്ധിയാകട്ടെ, അടുത്ത ഭാഗത്ത് അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിൽ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ, നമ്മുടെ അടുത്തേക്ക് വരുന്നൊരു ദൈവമുണ്ട്. ഇങ്ങനെ ചിന്തിച്ച് നോക്കി. നമ്മൾ പ്രശ്നത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക ശരിയാണ്. പക്ഷെ നമ്മുടെ അടുത്തേക്ക് വരുന്നൊരു ദൈവമുണ്ട്. എൻ്റെ അടുക്കലേക്ക് അടുത്തോണ്ടിരിക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെ ജീവിതത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥനയിൽ അത് ഫീൽ ചെയ്യട്ടെ, അത് അനുഭവിക്കാൻ കഴിയട്ടെ. എൻ്റെ ജീവിതത്തോട്, എൻ്റെ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കാൻ എൻ്റെ ജീവിതത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന, അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നൊരു ദൈവമുണ്ട്. എന്നെ സഹായിക്കാൻ അടുത്തു വരുന്ന ദൈവം, എന്നെ ബലപ്പെടുത്താൻ അടുത്തു വരുന്ന ദൈവം,
ഞാനിപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ മാറ്റാൻ എൻ്റെ അടുത്തേക്ക് വരുന്ന ദൈവം. 26-ാമത്തെ വാക്യം, അവൻ കടലിനു മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. 28 മുതലുള്ള വാക്യം കുറച്ചുകൂടെ ഇപ്പോൾ നമ്മൾ കൊടുത്ത ശ്രദ്ധയേക്കാൾ അല്പം കൂടെ ശ്രദ്ധ കൊടുത്ത് ഈ ഭാഗം ഒന്ന് കേൾക്കണം. 28 മുതൽ ഞാനിത് വായിക്കുമ്പോൾ ഒരു ഹെഡിങ് പറയാം. വിളിക്കപ്പെട്ടവൻ്റെ പ്രതിസന്ധി പരാജയത്തിൻ്റെ അടയാളമല്ല, അതൊരു സാക്ഷ്യമാകാനുള്ള അടയാളമാണ്. വിളിക്കപ്പെട്ടവൻ്റെ പ്രതിസന്ധി തകർച്ചയുടെ, പരാജയത്തിൻ്റെ ലക്ഷണമല്ല, അടയാളമല്ല, അതൊരു സാക്ഷ്യമാകാൻ ദൈവം ഒരുക്കുന്നതിൻ്റെ അടയാളമാണ്. ചില പ്രതിസന്ധികൾ വരുമ്പോൾ ഓർത്തോണം, ചില വെല്ലുവിളികൾ വരുമ്പോൾ ഓർക്കണം, ദൈവം എന്തോ ഒരു കൃപ കൂടി എൻ്റെ ജീവിതത്തിലേക്ക് തരാൻ ആഗ്രഹിച്ച് എന്നെ ഒരുക്കുവാണ്. ഞാനിപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷയിൽ ഒരു പടി കൂടെ അഭിഷേകത്തിലേക്ക് ഉയർത്താൻ ദൈവം അപ്പുറത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി എൻ്റെ ആത്മീയ ജീവിതത്തിനെ ദൈവം ഒരുക്കുകയാണ്. 28-ാമത്തെ വാക്യം, പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഈ ജലത്തിൻ്റെ മീതെ അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. 2 പേരും നിൽക്കുന്ന സ്ഥലം ഒന്ന് മനസ്സിലാക്കുക. യേശു നിൽക്കുന്നത് വെള്ളത്തിൻ്റെ മുകളിൽ, ശിഷ്യന്മാർ നിൽക്കുന്നത് വള്ളത്തിനകത്താണ്. ഇനി യേശു പത്രോസിനോട് പറയുവാണ്, 28-ാമത്തെ വാക്യം, വരൂ എന്ന് കർത്താവ് അവനോട് പറഞ്ഞു. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. യേശുവിൻ്റെ ഒരു വിളി അങ്ങോട്ട് വരാൻ കിട്ടി. വരിക എന്ന് കൽപ്പിച്ചു. ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിയവരാണ് നമ്മൾ. ജീവിതത്തിൻ്റെ വിളി കേട്ട് ചുവട് വച്ചവരാണ് നമ്മൾ. ദൈവത്തിൻ്റെ വിളി കേട്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവരും അതിനായി പരിശ്രമിക്കുന്നവരുമാണ് നമ്മൾ. പത്രോസിനോട് യേശു പറഞ്ഞു, വരിക. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിൻ്റെ മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്ന് ചെന്നു. ആ വിളി കേട്ട് യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ കാറ്റാഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, രക്ഷിക്കണമേ. യേശുവിൻ്റെ വിളി കേട്ട് ഇറങ്ങി വന്നയാൾക്ക് വീണ്ടും ഒരു പ്രതിസന്ധി ഉണ്ടായി. വെള്ളത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങി. അല്ല, വിളി കേട്ടിട്ടല്ലേ ഇറങ്ങി വന്നത്? വരാൻ പറഞ്ഞിട്ടല്ലേ വന്നത്? പിന്നെന്തിനാ പ്രതിസന്ധി? വിളിക്കപ്പെട്ടവൻ്റെ ചെറുതാകാം വലുതാകാം, അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധി തകർച്ചയുടെ, പരാജയത്തിൻ്റെ ലക്ഷണമല്ല, അത് വലിയൊരു സാക്ഷ്യമാകാൻ ദൈവം ഒരുക്കുന്നതിൻ്റെ അടയാളമാണ്. പത്രോസ്ലീഹ വെള്ളത്തിൽ താന്നുപോയി. ആ വള്ളത്തിൽ നിന്നിറങ്ങി ദൈവത്തിൻ്റെ വിളി കേട്ട് വന്നതാ. ശരിക്കും താന്നു പോകാൻ പാടുണ്ടോ? ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി വന്ന ഒരാളല്ലേ, അങ്ങനെ താഴാൻ പാടുണ്ടോ? അപ്പോൾ ഈ വള്ളത്തിൽ ഇരുന്നവർ, മറ്റു ശിഷ്യന്മാർ എന്നാ ഓർത്ത് കാണും? അന്നേരെ പറഞ്ഞതാ പോകണ്ടെന്ന്. അന്നേരെ പറഞ്ഞ അവരെടുത്തിയാട്ടമായിപ്പോയി. ചിന്തിച്ചിട്ടുണ്ടാകും എന്തിനാ പുള്ളി ഇത്ര തിരക്ക് പിടിച്ച് എടുത്തിയാടിയത്. പക്ഷെ യേശുവിൻ്റെ വിളി കേട്ടിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. അടുത്ത ഭാഗം 31. ഉടനെ യേശു അവനെ കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് നമുക്കിന്ന് അനുഭവിക്കാൻ കഴിയട്ടെ. താന്നുപോയ ഉടനെ, ശരിയാ, താന്നുപോയി, ഭയപ്പെട്ടു പോയി, പ്രതിസന്ധി ഉണ്ടായി, ശരിയാ. പക്ഷെ ആർക്കും കിട്ടാത്തൊരനുഭവം ഉണ്ടായി. യേശു കൈ നീട്ടി അവനെ ചേർത്ത് പിടിച്ചു. നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലും എപ്പോഴും സന്തോഷമാകണമെന്നില്ല, എപ്പോഴും സ്വസ്ഥതയാകണമെന്നില്ല.
ചിലപ്പോൾ ചില ഭയവും ഉത്കണ്ഠയും ആകുലതയും ടെൻഷനും വെള്ളത്തിൽ താന്നു പോകുന്നത് പോലെ ഒരനുഭവമൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, വെള്ളത്തിൽ താന്നു പോയപ്പം പെട്ടെന്ന് ചേർത്ത് പിടിച്ചൊരു ദൈവകരമുണ്ട്. ജീവിതത്തിൽ എവിടെ താന്നു പോയാലും ഓർത്തോണം, താങ്ങുന്ന ദൈവത്തിൻ്റെ കരം കൂടെയുണ്ട്. താങ്ങുന്ന ദൈവത്തിൻ്റെ കരം കൂടെയുണ്ട്. വള്ളത്തിലിരുന്ന ശിഷ്യന്മാരിത് കണ്ടു. എന്താ കണ്ടതെന്നറിയോ? പ്രതിസന്ധി ഉണ്ടായതും കണ്ടു, വെള്ളത്തിൽ താഴുന്നതും കണ്ടു, നിലവിളിക്കുന്നതും കണ്ടു. പിന്നീട് കണ്ടത് യേശുവിൻ്റെ കൈ പിടിച്ച് ജീവിതത്തിൽ കയറി വരുന്നത് കണ്ടു. ദൈവത്തിൻ്റെ കരം പിടിച്ച് കയറി വരുന്നത് കണ്ടു. അതൊരു സാക്ഷ്യമാണ്. ജീവിതത്തിൽ അനുഭവിക്കുന്ന ഇന്നത്തെ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും മുങ്ങിത്താഴുന്ന അവസ്ഥകളുണ്ടോ? ദൈവത്തിൻ്റെ കരം പിടിച്ച് കയറി വരുന്ന ഒരു സാക്ഷ്യ ജീവിതമുണ്ട്. ദൈവത്തിൻ്റെ കരം പിടിച്ച് കയറി വരും. ദൈവത്തിൻ്റെ കരം പിടിച്ച് കയറി വരും. വെള്ളമുണ്ട്, തിരമാലയുണ്ട്, കൊടുങ്കാറ്റുണ്ട്, ഭയമുണ്ട്, എല്ലാം ശരിയാ. പക്ഷേ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവമുണ്ട്. വീട്ടിലെന്തെങ്കിലും വിഷമങ്ങൾ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? സഹോദരൻ്റെ, സഹോദരിയുടെ അവരാരെങ്കിലുമൊക്കെ ഫോൺ വിളിച്ച് നമ്മളോട് പ്രാർത്ഥന ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ പല വിഷമങ്ങളും ഉണ്ട്. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കാറുണ്ടല്ലോ. അത് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ പ്രതിസന്ധികളാണല്ലോ. പ്രാർത്ഥിച്ചോ, ദൈവത്തിൻ്റെ കരം പിടിച്ചു കയറി വരും. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അവിടെ കാണും. താന്നുപോയി വെള്ളം കുടിച്ചു മുങ്ങി മരിച്ചു എന്നല്ല, ഉടനെ തകർന്നു പോകാൻ, ദൈവത്തിൻ്റെ വിളി കേട്ട് വന്നവൻ തകർന്നു പോകാൻ, മുങ്ങിപ്പോകാൻ, പരാജയപ്പെട്ടു പോകാൻ സമ്മതിക്കുകയില്ല. ദൈവം അനുവദിക്കില്ല. വിളിക്കപ്പെട്ടവന് പ്രതിസന്ധികളുണ്ടാകാം. അത് പരാജയത്തിൻ്റെ ലക്ഷണമല്ല. അതൊരു പടി കൂടെ സാക്ഷ്യത്തിനായി ദൈവം ഒരുക്കുന്ന സമയമാണ്. ഇനി അടുത്ത 32-ാമത്തെ വാക്യം, അവർ വഞ്ചിയിൽ കയറിയപ്പോൾ. അപ്പോൾ എങ്ങനെയാണ് വഞ്ചിയിൽ കയറിയത്? എങ്ങനെയാണ്? അവിടെ അടുത്ത് വഞ്ചി അല്ലായിരുന്നല്ലോ. കുറച്ച് സ്റ്റെപ്പുകൾ വെച്ച് ഇദ്ദേഹം നടന്ന് വന്നതാണല്ലോ. പിന്നെ എങ്ങനെയാണ് വഞ്ചിയിൽ കയറിയത്? അപ്പോൾ തിരിച്ചു നടന്നത് എങ്ങനെയാ? തിരിച്ചു നടന്നത് യേശുവിൻ്റെ കരം പിടിച്ചാണ്. ഇതാര് കണ്ടു? വള്ളത്തിലിരുന്ന ശിഷ്യന്മാർ മുഴുവൻ കണ്ടു. യേശുവിൻ്റെ കരം പിടിച്ച് ആ മനുഷ്യൻ പത്രോസ് തിരിച്ചു വരുന്നത്. നമ്മുടെ ചുറ്റുമുള്ളവർ കാണാനിടയാകട്ടെ, നമ്മുടെ പ്രിയപ്പെട്ടവർ കാണാനിടയാകട്ടെ. ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കുന്നൊരു മനുഷ്യനാണ് അദ്ദേഹമെന്ന്. ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കുന്നവരാണ് നമ്മൾ. ദൈവത്തിൻ്റെ കരം പിടിച്ച് ഡോക്ടറാകാം, നേഴ്സാകാം, അധ്യാപകരാകാം, അല്ലെങ്കിൽ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാളാകാം. എന്തുമാകട്ടെ, ശുശ്രൂഷ വലുതോ ചെറുതോ ആകട്ടെ, ദൈവനാമത്തിൽ നിൽക്കുന്നവരാണ്. ദൈവത്തിൻ്റെ കരം പിടിച്ച് ശുശ്രൂഷ ചെയ്യുന്നവരാണല്ലോ ഈ വ്യക്തിയെന്ന് പലരും നമ്മളെ ഓർക്കാൻ, കാണാൻ ഇടവരും. അടുത്തത് 32. അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റു ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. കാറ്റ് ശമിച്ചു, പ്രതിസന്ധികളൊക്കെ മാറി. എപ്പം? ആ വള്ളത്തിലേക്ക് യേശു കയറിയപ്പോൾ. ജീവിതത്തിലേക്ക് ദൈവം കയറി വരുമ്പോൾ പ്രതിസന്ധികളൊക്കെ മാറും, വെല്ലുവിളികൾ മാറും. ആ കാറ്റ് ശമിക്കും, ആ വെല്ലുവിളികളങ്ങ് മാറും. ജീവിതത്തിലേക്ക് കയറി വരും. ദൈവം കയറി വരുമ്പം സമാധാനം ഉണ്ടാവും. ജീവിതത്തിലേക്ക് പലതും കയറി വരുന്നത് നമുക്ക് സന്തോഷമല്ല. ചിലതൊക്കെ കയറി വന്നത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ നശിപ്പിക്കാനാണ്. ചിലതൊക്കെ ജീവിതത്തിലേക്ക് കയറി വന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും പോയി, ദൈവത്തോടുള്ള ബന്ധവും കളഞ്ഞു, ഉള്ള സമാധാനവും പോയി, സ്വസ്ഥതയും പോയി. ജീവിതത്തിലേക്ക് ഇന്ന് ദൈവം കയറി വരാനിടയാകട്ടെ. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ആ വള്ളത്തിൽ കയറി വന്നതുപോലെ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കയറി വരണമേ. എൻ്റെ ജീവിതത്തിനകത്തുകൊണ്ട് കൊടുങ്കാറ്റും ഭയപ്പെടുത്തുന്ന കാര്യമൊക്കെ അതൊക്കെ ശമിക്കും, അതൊക്കെ മാറി സ്വസ്ഥമാകും. ഒരിക്കൽ കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. ദൈവത്തിൻ്റെ കരം പിടിച്ചു നടക്കാൻ ദൈവം ഒരുക്കുന്ന സമയമാണിത്. ഒരുപക്ഷെ കുറച്ചു നേരമുള്ള ദൈവവചനമായിരിക്കാം, ഒരുപാട് പേർ കേൾക്കുന്നുണ്ടാകില്ല. കുറച്ചു പേരൊക്കെ ഇത് ആ നിയോഗമുള്ളവരായിരിക്കും കേൾക്കുന്നത്.
എത്ര പേരാകട്ടെ, ഒരാളെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഈ വചനം എപ്പോഴെങ്കിലുമൊക്കെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ കേൾക്കാൻ പറയണം. കാരണം ഈ ഒരു ശുശ്രൂഷ ഒത്തിരി പേർ ഏറ്റെടുക്കുന്നുണ്ട്. എന്നെ ഒരു കോൺഗ്രിഗേഷൻ, ഒരു വലിയ കോൺഗ്രിഗേഷനിലെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായ സിസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കോൺവെൻറ്റിൽ ഇതൊരു പ്രാവശ്യം എനിക്ക് അല്പം പനിയായതുകൊണ്ട് ആ ദിവസം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ ഇവിടെയുള്ള മറ്റു വൈദികരെ സിസ്റ്റേഴ്സൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നു. അങ്ങനെയാണിത് അവർ കാണുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അവർ സമൂഹമായി അവർ കാണുന്നുണ്ട്. അവരുടെ ആ പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്ന് അവിടെയുള്ള എല്ലാ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സിനോടും ആ പ്രൊവിൻഷ്യാളമ്മ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാവരും കാണണം, ആ സമയം മാറ്റിവെക്കണമെന്ന്. അതുപോലെ തന്നെ 1-2 പ്രൊവിൻഷ്യാളമ്മമാർ അവർ ഈ വചനമൊക്കെ ശ്രദ്ധിച്ച് അവരുടെ കോൺവെൻറ്റിലുള്ള എല്ലാ സിസ്റ്റേഴ്സിനോടും അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഇത് കാണണം, കേൾക്കണം, വചനം കേൾക്കണം. അതൊക്കെ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ഓരോരുത്തരും ദൈവവചനം കേൾക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തോട് അടുക്കണം, ദൈവത്തോട് ബന്ധം വേണം എന്നൊക്കെ നല്ല സത്യസന്ധമായ ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അല്ലാത്തൊരാൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ തുടർന്ന് അല്പനേരം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ആരാധന നടത്തി പ്രാർത്ഥിക്കും. പറ്റുന്നതുപോലെ കുറച്ചു നേരം പ്രാർത്ഥിക്കാം. വിളിക്കപ്പെട്ടവൻ്റെ പ്രതിസന്ധി പരാജയത്തിൻ്റെ ലക്ഷണമല്ല, അത് മറ്റൊരു സാക്ഷ്യത്തിനായി ദൈവം നിന്നെ ഒരുക്കുന്നതിൻ്റെ ലക്ഷണമാണ്, അടയാളമാണ്. സ്വർഗത്തിലെ ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 യേശുവിനാരാധന. ആരാധന 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 യേശുവിനാരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിയും ആരാധനയും പുകഴ്ചയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവസാന്നിധ്യത്തിലിരുന്ന് അല്പനേരം പ്രാർത്ഥനയോടെ ചെലവഴിക്കുകയാണ്. ശിരസ്സു മുതൽ പാദം വരെ ദൈവകരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുക. ജീവിതത്തിൽ പല തിരക്കുകളിലും ഉത്തരവാദിത്തങ്ങളും ഒക്കെയുള്ളവരാണ് ഓരോ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സും. ചിലപ്പോൾ ശാന്തമായി സ്വസ്ഥമായി ദൈവസന്നിധിയിലിരിക്കാൻ നല്ലൊരു സമയം കിട്ടിയെന്ന് പോലും ചിലപ്പോൾ വരില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനയുടെ കുറവും പരിഹരിക്കുന്നൊരു സമയമാകട്ടെ ഇത്. നിങ്ങൾക്ക് വേണ്ടി വളരെ പ്രാർത്ഥനയോടെ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സഭകളിലുള്ള അധികാരികൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളെ അറിയിച്ചതനുസരിച്ച് CMC കോൺഗ്രിഗേഷനിലെ പ്രൊവിൻഷ്യളമ്മമാർ, DSS കോൺഗ്രിഗേഷനിലെ പ്രൊവിൻഷ്യളമ്മമാർ, MLF എന്ന കോൺഗ്രിഗേഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അവരൊക്കെ എല്ലാവരോടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്ന് എല്ലാ
സിസ്റ്റേഴ്സിനോട് പങ്കെടുക്കണമെന്ന്, സമൂഹമായി പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടവരാണ്. ഞങ്ങളെ അറിയിച്ചതുകൊണ്ടാണ് ഇവരുടെ പേരുകളൊക്കെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓരോ സഭകളെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. ഓരോ സഭകളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സമൂഹമായി അധികാരികൾ, രോഗികളായിട്ടുള്ളവരുണ്ടാകും, മനസ്സ് വിഷമിക്കുന്നവരുണ്ട്, ശുശ്രൂഷയെ നിൽക്കുന്നവരുണ്ട്, ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, അധ്യാപകരുണ്ട്, കൗൺസിലിംഗ് നടത്തുന്നവരുണ്ട്, നിത്യാരാധനയ്ക്കായിരിക്കുന്നവരുണ്ട്, തീരെ പാവപ്പെട്ട ഒരു കഴിവുമില്ലാത്ത കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്, ധ്യാന ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. എല്ലാവരെയും ഓർക്കുന്നു. ബുദ്ധി വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരുണ്ട്, ഒപ്പം നിൽക്കുന്നവരുണ്ട്. ശരിക്കും ലോകത്ത് ആർക്കും ചെയ്യാൻ കഴിയാത്തത് ദൈവം നമ്മളെക്കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞ് മനസ്സുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി സഭകളുണ്ട്. എല്ലാ സഭകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു സമയമാണ്. കർത്താവെ, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. FCC കോൺഗ്രിഗേഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ കോൺഗ്രിഗേഷനുള്ള എല്ലാ പ്രൊവിൻസിനെയും, എല്ലാ സിസ്റ്റേഴ്സിനെയും, എല്ലാ അധികാരികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ സഭ ദൈവാനുഗ്രഹത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ, ഒരു സാക്ഷ്യമായി തീരട്ടെ. CMC കോൺഗ്രിഗേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജനറാളമയ്ക്ക് വേണ്ടി, പ്രൊവിൻഷ്യൽ അധികാരികൾക്ക് വേണ്ടി, ആ കോൺഗ്രിഗേഷൻ മുഴുവൻ സിസ്റ്റേഴ്സിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. SABS കോൺഗ്രിഗേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജനറാളമ്മ തുടങ്ങി എല്ലാ പ്രൊവിൻസിനെയും, പ്രൊവിൻഷ്യൽ അമ്മമാരെയും, എല്ലാ സിസ്റ്റേഴ്സിനെയും ഓർത്ത് ആ വലിയ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. SH കോൺഗ്രിഗേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. SH കോൺഗ്രിഗേഷൻ നയിക്കുന്ന ജനറാളമ്മയും, എത്ര പ്രൊവിൻസുകളുണ്ടോ അത്രയും പ്രൊവിൻസിൽ ആയിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രൊവിൻഷ്യൽ അമ്മമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. MLF കോൺഗ്രിഗേഷനെ ഓർത്ത്, ഒരധികാരികളെ, സിസ്റ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹോളി ഫാമിലി കോൺഗ്രിഗേഷനെ, അധികാരികളെ, ജനറാളമ്മ തുടങ്ങി എല്ലാ പ്രൊവിൻഷ്യൽ അമ്മമാരെ, സിസ്റ്റേഴ്സിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സെൻറ്റ് ജോൺസ് കോൺഗ്രിഗേഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സെൻറ്റ് മർത്താസ് കോൺഗ്രിഗേഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. MSMI കോൺഗ്രിഗേഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചാരിറ്റി കോൺഗ്രിഗേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിസിറ്റേഷൻ കോൺഗ്രിഗേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. SD കോൺഗ്രിഗേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. DST കോൺഗ്രിഗേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. SKD കോൺഗ്രിഗേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബദനി കോൺഗ്രിഗേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചാരിറ്റി കോൺഗ്രിഗേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിറ്റിൽ അപ്പോസിൽ ഓഫ് റിഡംഷൻ കോൺഗ്രിഗേഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകളെയും അധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ലോകത്ത്, ഇന്നത്തെ സാഹചര്യത്തിൽ ദൈവകൃപയിൽ ഓരോ സഭയും, ഓരോ സിസ്റ്റേഴ്സും, ഓരോ ദൈവവിളി ലഭിച്ചവരും ഒരു സാക്ഷ്യമായി മാറണം, ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറണം. അതിനുവേണ്ടി ഒരു നിയോഗം പോലെ പ്രാർത്ഥിച്ച സമയമായിരുന്നു ഇത്. നമുക്കൊരു നിമിഷം ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ ഇതിൽ പങ്കെടുക്കുന്ന ഓരോ സിസ്റ്റേഴ്സിനെ ഓർത്ത്, സമൂഹമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളങ്ങേ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നിറയാനിടയാകണമേ. വിളിക്കപ്പെട്ടവൻ്റെ പ്രതിസന്ധി പരാജയത്തിൻ്റെ ലക്ഷണമല്ല, അത് ഒരു സാക്ഷ്യമാകാൻ ദൈവം ഒരുക്കുന്നതിൻ്റെ ലക്ഷണമാണ്, ചില അടയാളങ്ങളാണ്. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേട്ട ആ വചനം ഒന്ന് ഓർക്കുക. ഇന്ന് കേട്ട ആ വചനം എന്നിട്ടൊന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് കേട്ട വചനം, പത്രോസ്ലീഹ ആ വള്ളത്തിൽ നിന്ന് യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ നേരത്ത് ഞാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, വരിക. ഇനിയുള്ള ഓരോ സ്റ്റെപ്പും പ്രധാനപ്പെട്ടതാണ്. യേശുവിൻ്റെ വിളി കേട്ട് ആ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെയാണ് നടന്നത്. പക്ഷേ ഭയാനകമായൊരു കാര്യം കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ചു പോയി. കാറ്റ് കണ്ടപ്പോൾ, തിരമാല കണ്ടപ്പോൾ പേടിച്ച് വെള്ളത്തിൽ താഴാൻ തുടങ്ങി. അല്ല, ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങി. അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായി, ശരിയാ.
വെള്ളത്തിൽ താന്നു പോകുന്നൊരു സാഹചര്യം അനുഭവപ്പെട്ടു, ശരിയാ. പക്ഷേ ആ കരത്തെ ചേർത്ത് പിടിച്ച് യേശുവിൻ്റെ കരം കാണാതെ പോകല്. എവിടെയെങ്കിലുമൊക്കെ താന്നുപോയോ? എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധിയിൽ താന്നുപോയോ? ഒറ്റപ്പെട്ടെന്ന് തോന്നലുണ്ടോ? രോഗിയായി പോയല്ലോ, എന്നെ ആർക്കും വേണ്ടല്ലോ എന്നൊരു ചിന്തയിലും തോന്നലും താന്നുപോയോ? ദൈവത്തിൻ്റെ കരം ഇന്ന് നിങ്ങളെ ചേർത്താണ് പിടിച്ചിരിക്കുന്നത്. ചേർത്താണ് പിടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരം, യേശുവിൻ്റെ കരം ചേർത്ത് പിടിച്ചേ പിന്നെ ഒരു പടി താഴോട്ട് പോയി എന്ന് എഴുതിയിട്ടില്ല. പിന്നെ സംഭവിച്ചതെല്ലാം സാക്ഷ്യങ്ങളാണ്. പിന്നെ സംഭവിച്ചതൊക്കെ അത്ഭുതങ്ങളാണ്. പിന്നെ സംഭവിച്ചതൊക്കെ മറ്റാർക്കും കിട്ടാത്ത ചില ഭാഗ്യമുള്ള അനുഭവങ്ങളുമാണ്. പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങളുടെ കരം പത്രോസിൻ്റെ കരം ചേർത്ത് പിടിച്ചതുപോലെ ഞങ്ങളുടെ കരവും എവിടെയും താന്നുപോകാതെ, എവിടെയും തോറ്റുപോകാതെ, എവിടെയും പരാജയപ്പെട്ടു പോകാതെ ചേർത്ത് പിടിക്കണമേ. ഞങ്ങളുടെ കരത്തെ മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കണമേ. വിളിക്കപ്പെട്ടവൻ, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായിരുന്നപ്പോഴും ദൈവം വിശ്വസ്തനായിരുന്നു. നമ്മൾ ഏറ്റവും വിശ്വസ്തയോടെയൊന്നും പെരുമാറാനോ പ്രാർത്ഥിക്കാനോ പ്രവർത്തിക്കാനോ സാധിച്ചിട്ടില്ല. നമുക്ക് മനുഷ്യരെന്ന നിലയിൽ നമുക്ക് പല സമയത്തും പലയിടങ്ങളിലും വളരെ ആത്മാർത്ഥതയോടെയൊന്നും പെരുമാറാനും പ്രാർത്ഥിക്കാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ അവിശ്വസ്തരായിരുന്നു. അപ്പോഴും ദൈവം വിശ്വസ്തയോടെയാണ് നിന്നത്. നമ്മൾ അവിശ്വസ്തരായിരുന്നപ്പോഴും ദൈവം വിശ്വസ്തയോടെ, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വിളിച്ച ദൈവം വിശ്വസ്തയോടെയാണ് നമ്മുടെ കൂടെയുണ്ട്. താന്നുപോയ പത്രോസിനെ വെള്ളത്തിൻ്റെ മുകളിൽ പിടിച്ചു നിർത്തി. ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്നത് കഴിവും ബുദ്ധിയും ശക്തിയും സ്വാധീനവും ഒന്നുമല്ല, ദൈവത്തോടുള്ള ബന്ധമാണ്. ആ ബന്ധമാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ആ ബന്ധമാണ് നമ്മളെ താന്നു പോകാതെ പിടിച്ചു നിർത്തുന്നത്. ഇനി പത്രോസ്ലീഹ മുന്നോട്ട് പോയത്, ആ വള്ളത്തിലേക്ക് കയറാൻ പോയത് യേശുവിൻ്റെ കരം പിടിച്ചാണ്. ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോകാൻ അത് ഒരുപാട് പേര് കാണാനിടയാകട്ടെ. ഒരു സാക്ഷ്യമായി മാറട്ടെ. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ചു തരികയാണ്. എല്ലാ കോൺഗ്രിഗേഷനെയും, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെയും, അധികാരികളെയും, കൗൺസിലേഴ്സിനെയും, ഓരോ കോൺവെൻറ്റിലെയും അംഗങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. ഇടവകയിൽ നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകൾ, വീട് സന്ദർശനം, കൗൺസിലിംഗ്, ഓരോ ഭവനങ്ങളിൽ വേദനിക്കുന്നവരെ അടുത്തു ചെല്ലുന്നത്, ഇതൊക്കെ ഒരു സാക്ഷ്യമായി മാറട്ടെ, ഒരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ സാന്നിധ്യം ആ ഇടവകയ്ക്ക്, ആ ദേശത്തിനൊരു അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ സാന്നിധ്യം പലർക്കും ഒരു അനുഗ്രഹമായി, ഒരു സ്നേഹ സാന്നിധ്യമായി മാറട്ടെ. ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുകയാണ്. സാധ്യമെങ്കിൽ കണ്ണുകളൊക്കെ നടച്ച് ഈ പാട്ടിൻ്റെ വരികൾ അർത്ഥമറിഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. അനുഗ്രഹീതനായ പാട്ടുകാരൻ ബ്രദർ ജോൺ ഇപ്പോൾ ഈ പാട്ട് പാടുമ്പോൾ നമ്മുടെ മനസ്സും ആ പാട്ടിനൊപ്പം സഞ്ചരിക്കട്ടെ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? നിന്നെ വിളിച്ചവനുണ്മയുള്ളോൻ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതമരുവിൽ
മിഴികൾ തീർത്തവൻ തഴുകിടുമേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം. തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഇന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങൾ നൽകിയ സ്നേഹത്തിന്, പ്രാർത്ഥനയ്ക്ക്, പ്രോത്സാഹനത്തിന് നന്ദി. പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ മനസ്സ് കാണിച്ചതിന് നന്ദി. ഈശോയുടെ നല്ല ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കുകയാണ്. ഈ രണ്ടാം ശനിയാഴ്ച ഈ സമയം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, നിങ്ങൾക്ക് സാധ്യമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒപ്പം പഠിച്ചവർക്കും ബാച്ചുകാർക്കും ഒക്കെ അയച്ചു കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ ഒരാൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ അതൊരു അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നത് പോലെ, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നിക്കുന്നുണ്ടെങ്കിൽ മാത്രം അതൊരു ദൈവനിയോഗമാണ്, ഒരു നന്മയാണ് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം അയച്ചു കൊടുക്കുക. വളരെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങളെ കണ്ടുകൊണ്ട് ഒരുമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ നൽകണമേ ദിവ്യവരങ്ങൾ. നമുക്കെല്ലാവർക്കും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. ആരാധന 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 യേശുവിനാരാധന. ആരാധന 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 യേശുവിനാരാധന. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ഇന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരോടും പ്രാർത്ഥനയും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയിൽ ആയിരിക്കാം, തുടരാം. നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ആമേൻ.